വാഴ ടു വളരെ സന്തോഷം. കാരണം എല്ലാവർക്കും അറിയാം വളരെ സൂപ്പർ ഹിറ്റായ വാഴയുടെ 2ാം ഭാഗം വരുന്നു. അപ്പോൾ അതിൽ ഒരു നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. പൂജ ഇപ്പോൾ കഴിഞ്ഞു, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തരംഗാവണം. കാരണം എന്താ പറയുക, ടോട്ടലി കാര്യങ്ങൾ സ്ക്രിപ്റ്റ് മുഴുവൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും എന്തൊരു ഡിഫറെൻറ്റ് ഇതായിരിക്കും. നമ്മുടെ വാഴ വണ്ടെന്ന് പ്രതീക്ഷിച്ച് ആ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റും ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡും ആയിരിക്കും മിക്കവാറും. അങ്ങനെ ആയിരിക്കും ഒക്കെ പറയാം, വഴിയേ പറയാം. വളരെ സന്തോഷം. വീണ്ടും യങ്സ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ടൊരു പുതിയൊരു പടം വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വളരെ ഹിറ്റായതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടും ഇതേപോലെ ഇത്രയും ആൾക്കാർ എല്ലാവരും കൂടെ, നിങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഇത്രയും വലിയൊരു ആഘോഷമായിട്ട് പൂജ വെച്ചപ്പോൾ വളരെ സന്തോഷം. അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടായിട്ട് ഞാനും ഉണ്ട്. ഇല്ല, എനിക്കറിയുന്നില്ല. ഇല്ല, എന്താ പറയണ്ടേ? ഇപ്പോൾ വാഴ 2 പൂജ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രയാസ് വേണം, വിഷ് ചെയ്യണം. നോക്കാം. എന്തിന്റെ ഫൈറ്റ് കൊടുക്കണ്ടേ? മരണമാസിനെ കുറിച്ചാ പറയണ്ടേ? വാഴ ടു സന്തോഷമുണ്ട്. വാഴ 2 100% സന്തോഷമുണ്ട്. വാഴ പോലെ തന്നെ നമ്മൾ പൊളിച്ചെടുക്കും. 100% പൊളിച്ചെടുക്കും. ഉണ്ടോ ഇല്ലെന്നുള്ളത് അറിയില്ല. വാഴ യൂണിവേഴ്സ് തുടങ്ങി വെച്ചത് നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ ഇല്ലാണ്ടത് വാഴ 2. അതെ സംഭവിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും കാണാം, എല്ലാവർക്കും ഉറപ്പായിട്ടും കാണാം. ആകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാം നന്നായിട്ട് വരട്ടെ. അതെ. ഓക്കെ, ബൈ. വാഴ 1 കിട്ടിയ സക്സസ് പോലെ വാഴ 2 കിട്ടട്ടെ. ഇതാണ് നമ്മുടെ മ്യൂസിക് ടീം. ഓൾ ദ ബെസ്റ്റ് ടു ദ ഹോൾ ടീം ത്രൂ. ഏബനാനെ ചെയ്ത ആളാണ് ഇലക്ട്രോണിക് കിളി. അവിടെ കിളി എന്തെങ്കിലും പറയാനുണ്ടോ? ചെയ്തു. അതുപോലെ ഹിറ്റായ പാട്ടുകൾ ഇനി വാഴ 2 ഉണ്ടാവുമോ അറിയില്ല. സമയവും സന്ദർഭമൊക്കെ എനിക്ക് പാട്ടില്ലെന്നാണ് പറഞ്ഞത്. ഏത് നിമിഷത്തിലും മാറാം. പക്ഷേ നല്ല പടത്തിൽ പാട്ടുകൾ വർക്കാവുന്നത് എന്തായാലും ഇറ്റ്സ് നൈസ് ഫോർ ദ ഫിലിം പ്രൊമോഷൻ എന്നാണ്. പിന്നെ ബാക്കി അങ്ങനെ വർക്കാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വാഴ 2 ഇപ്പൊ നായകനായിട്ടൊരു ചിത്രം വരെയാണ്. എങ്ങനെയാണ് ആ ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങൾ? സന്തോഷമുണ്ട് ബ്രോ, നമ്മളെ ഒരു പടം വരുന്നതിലൊക്കെ അടിപൊളിയായിട്ട്. അല്ല, ജസ്റ്റ് അപ്പം ഇപ്പം ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാഴ എന്നൊരു സക്സസിന് ശേഷമാണല്ലോ. അപ്പോഴേക്കും എങ്ങനെയാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഒരു മിനി സ്ക്രീൻ താരവും കൂടെയാണല്ലോ. എന്തായാലും സന്തോഷമുണ്ട് ബ്രോ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതിൽ. ഓക്കെ, താങ്ക് യു ബ്രോ. ഹായ്. വാഴ 2 ഷൂട്ട് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ചോദിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ബിഗ് മിനി സ്ക്രീൻ സ്റ്റാർ ആയിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നതിന്റെ ഒരു ഇത്? ബ്രോ, സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊരു പറയണമെന്ന് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറയൊക്കെ ഫേസ് ചെയ്ത് ഒരു ഇത് അറ്റൻഡ് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രോ. എല്ലാം പ്രേക്ഷകരായില്ല. നിങ്ങളെ സപ്പോർട്ടാണ്, മീഡിയയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളിവിടെ വരെ എത്തിച്ചത്. സന്തോഷമുണ്ട്. താങ്ക് യു. ഈ കാണുന്ന സപ്പോർട്ട്. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഓൾറെഡി നിങ്ങൾക്ക് ഫാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടെ പീപ്പിൾ വേറെ മൂഡായി. വേറെ മൂഡായി. നൈസാണ്. ഓക്കെ. താങ്ക് യു ബ്രോ. താങ്ക് യു കേട്ടോ. വാഴ 2 എല്ലാരും ചേട്ടാ എങ്ങനെ വാഴ 2 പ്രേക്ഷകർ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് വാഴ 2-ന് വേണ്ടി. ഞങ്ങളും പ്രേക്ഷകരെക്കാളും ഞങ്ങളും ഫുള്ള് ഇതാണോ ഫോറിൻ അബ്രോഡൊക്കെ? വാഴയിലുള്ള ദേ പുളി ഉണ്ടല്ലോ, ആ പുളി ഇതിലും കാണാം ഉണ്ടാവണമല്ലോ. പുളിയാണോ പുള്ളിയാണോ? വാഴയുള്ളവരും ഇതിനകത്തുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും പുതിയ കുറെ ആൾക്കാരും പുതിയ വാഴ പുതിയ കഥാപാത്രങ്ങളൊക്കെ. ഒരു വിപിൻ ദാസ് യൂണിവേഴ്സ് പ്രതീക്ഷിക്കാമോ? സിനിമാറ്റിക് യൂണിവേഴ്സ്.
ഉള്ള യൂണിവേഴ്സൊക്കെ പോലെ യൂണിവേഴ്സ് ആയിട്ടൊന്നും അത് ഓരോ നമ്മൾ വാഴ 1-ൽ നിന്നും വാഴ 2-ലോട്ട് വരുന്നത് തന്നെ പുതിയ കുറേ പേർക്കുള്ള അവസരങ്ങൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഡയറക്ഷൻ ടീമിൽ, ക്യാമറ ടീമിൽ, ആർട്ട് ടീമിൽ, മ്യൂസിക് ടീമിലുള്ള ആൾക്കാർക്കുള്ള ഒരു ഓപ്പണിംഗ് പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഈ സിനിമ എൻ്റെ കൂടെയുള്ളവർക്കുള്ള ആവശ്യം പോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഷറിനാണെങ്കിലും പിന്നെ ഡയറക്ടർ സവിൻസാണെങ്കിലും, സവിനിൻ്റെ കൂടെ ജയം മുതലുള്ള ഡയറക്ടറാണ്, അസോസിയേറ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ക്യാമറ എന്ന ലൈലും എന്നോട് അന്താക്ഷരി മുതലുള്ളതാണ്. അപ്പം ഇവരൊക്കെ ഒരു ടീമാണ്. അപ്പം വാഴ 2-ൽ ക്യാമറ ചെയ്ത ആൾക്കാർ ഇതിൽ ലൈലുവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാം സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാം മാറി മാറി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ഗ്രൂപ്പിന് കുറേ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഡയറക്ഷൻ ടീമിനും ക്യാമറ ടീമിനും മാത്രമല്ല, പുതിയ ബെൽറ്റാണോ? ബെൽറ്റ് ഒന്നുമല്ല. ഞാൻ പറയാം, എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. അല്ല, സിനിമ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ്. അപ്പം ഒരു ഡയറക്ടറിന്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിന് പോയി കഥ പിച്ച് ചെയ്ത്, പ്രത്യേകിച്ച് ഇച്ചിരി ഇൻട്രോവർട്ടും കൂടെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പുറത്ത് പോയി കഥ പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവരുടെ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറവുണ്ടാവില്ല. ഈ പറഞ്ഞ കഥ പിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രമേ അതിനകത്തുള്ളൂ. അതിനകത്ത് കുറച്ച് സീരിയസ്, ഇപ്പം അസിസിക്ക പോലെ, സുധീഷ് ചേട്ടനെ പോലുള്ളവർ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, പഴയ വാഴയിൽ അച്ഛനും പുതിയ വാഴയിൽ അച്ഛനുമാണ്. ഇപ്പോൾ സുധീഷിനെ പോലെ വേറെയും 3-4 അച്ഛന്മാർ, പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സും. വാഴയിൽ നമ്മൾ 6 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതുപോലെ ഇതിലും ഒരു 5-6 പേര് മ്യൂസിക് ചെയ്യാനുണ്ട്. അതിൻ്റെ ഓഡീഷൻ കഴിഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പേര് നമ്മുടെ ഈ ഷൂട്ടിൻ്റെ അടുത്ത് തന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് നമ്മളതിൻ്റെ ഫൈനൽ പരിപാടിയിലോട്ട്. ഈ വാഴ ബേസിക്കലി പ്രേക്ഷകർക്ക് ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതിയായിരുന്നല്ലോ, അതിന്റെ കീ പോയിന്റ് തന്നെ. ഇപ്പൊ വാഴ 2-ഉം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെ അതെ, വാഴ 2 നമുക്ക് റിലേറ്റബിലിറ്റി മാത്രമാണ് ഈ പടത്തിന്റെ ഏക കണക്ഷൻ പോയിന്റ്. അതല്ലാതെ വേറെ ഒന്നും വെച്ച് നമ്മൾ എഴുതിയിട്ടില്ല. അതേപോലെ ഈ ജനറേഷന്റെ ഭയങ്കര ഇപ്പൊ വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കര ഒരു തിളങ്ങിയ ഇതാണല്ലോ. അപ്പൊ ഇവരുടെ പ്രതീക്ഷകൾ അല്ല, ഞങ്ങള് മാറിക്കൊടുത്തു. അതാ, ഇത് പഴയ വാഴ, പഴയ വാഴയാണ്. ഞങ്ങൾ പുതിയ വാഴ. വളരെ സന്തോഷിച്ചു. കാരണം വാഴ ഗംഭീര സിനിമയായിരുന്നു. നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച ഫിലിമാണ്. അപ്പോൾ 2ാം ഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. വളരെ സന്തോഷം. താങ്ക് യു എല്ലാവരോടും. ജസ്റ്റ് ചോദിക്കാം. നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. നല്ല സന്തോഷമുണ്ട്. ബാക്കി പരിപാടി വാഴ 2 ആഷിറും അലൻ അവരുടെ പടമാണ്. അമ്മ അടിപൊളിയാക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ, എല്ലാവരുടെയും പ്രതീക്ഷ. അടിപൊളിയാകും. അപ്പം എല്ലാവരും കൂടെ അയക്കാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. കേട്ടില്ല? ഇല്ലില്ല വാഴ 2-ൽ ഇല്ല. ഓ തീർച്ചയായിട്ടും ആഷിറും ആ ഗ്യാങ് മൊത്തം കൂടെ നമ്മുടെ വാഴ ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു അതേപോലെ അടുത്തൊരു ഗ്യാങ്. അത് തന്നെ. അല്ലല്ല, അങ്ങനെ തുടർച്ചയായിട്ടൊന്നുമല്ല, ഇത് വേറെ പരിപാടിയാണ്. ഓക്കെ. വർണ്ണമാസ് 10-ാം തീയതി ഇറങ്ങുകയാണ്. എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.